നാട്ടിലെ ഉറുഫ്, നാട്ടിൻ്റെ പതിവ്. ഇതാ ഫുഹിമ ബിഹിൽ മുറാദു, അല്ലെങ്കിൽ ഇതാ ഫഹിമ ബിഹി, അതുകൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അൽ മുറാദ്, ഉദ്ദേശം മനസ്സിലാക്കുകയാണെങ്കിൽ സഹിയാകും. ഹത്താമിൽ ആരിഫ്, അറിവുള്ള ആളിൽ നിന്നും സഹിയാകും. ആമിൽ നിന്ന് മാത്രമല്ല, വിഷയത്തെപ്പറ്റി അറിവുള്ള ആളാണെങ്കിൽ അയാളിൽ നിന്നും സഹിയാകും എന്ന് ഷറഫ് ബിൽ മുഖരി റഹ്മത്തുള്ളാഹി അലൈഹിയെ തൊട്ട് ഹിക്കായത്ത് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള സ്ഥലത്ത് ചെന്ന് നോക്കിയാൽ അവിടെയുള്ള ആൾക്കാരെ സംസാരം കേട്ടാൽ സാധാരണയിൽ ഇങ്ങനെയുള്ള പല ശൈലികളും ആ സംസാരങ്ങളിൽ കാണും. എന്താ വക്കാനഹു ഇന്നമാ ഖൈല ബി ഉർഫിൽ ബലദ് ദാലിക്, എന്നാൽ താൻ ഇന്നമാ കൈതാക്കി ബി ഉർഫിൽ ബലദി, നാട്ടിലെ ഉറുഫ് കൊണ്ട് ദാലിക അതിന് ലി അതിലിമാ ബഅദ ഹത്ത, ഹത്തക്ക് ശേഷം പറഞ്ഞിരിക്കുന്ന ഒന്നിന്റെ കാരണത്തിന് വേണ്ടി. ഹത്താമിൽ ആരിഫ്, ആരിഫിൽ നിന്നും സഹിയാകും എന്ന് പറയാനാണ് ആ ഇതാ ഫഹിമ ബിഹിൽ മുറാദ്. നാട്ടിൻ്റെ ഉറുഫ് കൊണ്ടതാക്കി മുറാദ് അങ്ങനെ വ്യക്തമായി തിരിയുന്ന സ്ഥലമാണെങ്കിൽ ആരിഫിൽ നിന്നും സഹിയാകും. ആ ആരിഫിൽ നിന്നും സഹിയാകും എന്നതിലേക്ക് നോക്കിയിട്ടാണ് ആ കൈത്. ഇത് കാരണം നിഴൽ വാളിഹി, വ്യക്തമായതിൽ പെട്ടതാണ്. അന്നൽ ആമിയൽ ആ ഇഷ്ടത്ത് ഫീ ദാലിക, ആമിയിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൻ്റെ ഉറുഫ് അതാകണമെന്ന് ഷർത്തില്ല. ആമിയിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിൻ്റെ ഉറുഫ് അത് ആകണം എന്ന് ഷർത്തില്ല. ഫൈൻ കുൽത്താൻ, ഈ ചോദിക്കുകയാണെങ്കിൽ യുനാഫി ദാലിക, ഈ പറഞ്ഞതിനോട് എതിരല്ലേ. ഇപ്പം എന്താ മുത്തക്കല്ലിമിന്റെ താക്ക് ഫതഹ് കൊണ്ട് വായിച്ച് അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, ആ പറഞ്ഞതിനോട് എതിരാണല്ലോ. അതും അവർ എണ്ണിയത് കമാമറ, മുമ്പ് കഴിഞ്ഞ പോലെ അസിൽ അൻ അംതു ബിളമ്മിത്തായി ഔ കസരിഹ അൻ അംതി, അൻ അംതു എന്നോ അൻ അംതി എന്നോ ആരെങ്കിലും പറഞ്ഞാൽ അത് അതിനെ അവരെണ്ണി. എന്തായിട്ടാണ് എണ്ണിയത്? അവിടെ എൻ്റെ കിതാബിൽ കാണുന്ന മുഖയിൽ എന്ന് കാണണം. അങ്ങനെ ആവില്ല. ഒന്നുകിൽ അവിടെ ഒന്നുകിൽ മുഖയില്ല ലിൽമാൻ, മാനയെ ഭംഗം വരുത്തുന്നതായിട്ടാണല്ലോ അവരെണ്ണിയത്. മുഖിൽ മാനയെ ഇടർച്ചയാക്കുന്നതായിട്ട് മുഖിൽ, ഒന്നുകിൽ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അത് മുഹീലല്ലിൽ മാന, മാനയെ തരം മറിക്കുന്നതായിട്ട്. മിക്കവാറും മുഖിൽ എന്നാവാനാ സാധ്യത. വക്കാന ഹാദാ ഹുവൽ ഹാമിർ, ഇത് ആയതുപോലെ ഇരിക്കുന്നു. അൽ ഹാമിർ, ഇത് തന്നെയാണ് പ്രേരിപ്പിച്ചത്. ഇത് ബാദിഹിം, ആ ഫുഖഹായിൽ ചിലരെ, അലാ ഖൗലിഹി, അവരുടെ ഖൗലിന്റെ പേര്. ലാ യസ്ഹുൽ അഖ്ദു മാ ഫതഹി താഇ മുത്ലഖ്, അഖ്ദ് സഹിയാവൂല താവിന് ഫതഹോട് കൂടെ ആസി. അപ്പോൾ സവ്വജിത്തുക എന്നതിന് പകരം സവ്വജിത്തക എന്നോ അങ്കഹത്തുക്കക്ക് പകരം അങ്കഹത്തക്ക എന്നോ പറഞ്ഞാൽ നിക്കാഹ് സഹിയാകില്ല. മുത്ലഖ്, ഒരു ഉപാധിയുമില്ലാത്തത്. അതായത് നാട്ടിൻ്റെ ഉറുഫ് അങ്ങനെ ആയാലും വേണ്ടില്ല, ആയില്ലെങ്കിലും വേണ്ടില്ല. അതേപോലെ ആമിയിൽ നിന്നായാലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല. നഖലഹു ഗൈറുഹു അൽ ഇസ്ലമി, ആ പാതല്ലാത്തവർ അതിനെ നഖലും ചെയ്ത്. ഇസ്ലമി ഇമാമത്തുണ്ട് ഫീ ബീത്തക്ക, ബീത്തക്ക എന്നതിൽ ബി ഫതഹി തായി, താഴെ ഫതഹ് കൊണ്ട് ആസിൽ. അപ്പം ആ ബൈ സഹിയാവൂല. കുൽത്തു, എന്നാൽ ഞാൻ പറയുന്നു, ഇഫ്രഖിൽ ഫർക്ക് പറയപ്പെടാം ബി അന്നൽ മദാന ഫി സിയഗി അത് മുതാറഫി, ഈ സീഗകളിൽ അടിസ്ഥാനം സാധാരണ പരിചയമുള്ള അറിയപ്പെട്ടതിൻ്റെ മേലാണ്. ഫി മുഹാവറാത്തിൻ നാസി, ജനങ്ങളുടെ മുഹാവറകളിൽ, ജനസംഭാഷണങ്ങളിൽ, ജനങ്ങളുടെ സംസാരങ്ങളിൽ അറിയപ്പെട്ടതിൻ്റെ മേലാണ്. വലാ കദാലിക്കൽ ഖുർആാനോ, അങ്ങനെ അല്ല ഖുർആൻ.
അതുകൊണ്ട് ഫതഅമ്മൽഹു, നീ ആ മറുപടി നല്ലപോലെ ചിന്തിച്ച. കാരണം ഖുർആൻ എന്നുള്ളത് അതൊരു ബലാഗത്തിന്റെ അങ്ങേ അറ്റത്തിൽ നിൽക്കുന്ന ഒന്നാണ്. മാത്രമല്ല അതിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറക്കൊരു വലിയ ആഫത്തുണ്ടാക്കി തീർക്കുന്നതുമാണ്. അതുപോലെയല്ല നമ്മളെ സാധാരണ ഉറുഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസാരങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നിക്കാഹ് അല്ലെങ്കിൽ ബഴി പോലെയുള്ളത് മുത്തക്കല്ലിമിന്റെ താഴെ ഫതഹ് കൊണ്ട് വായിച്ചാൽ അതുപോലെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് സംഗതി അവിടെ ഒന്നുകിൽ ഈ സംസാരിക്കുന്ന ആള് അയാൾ ആമിയായിരിക്കും, അയക്കുന്നത് അറിയില്ല, അല്ലെങ്കിൽ അയാൾ ആമിയല്ല, അറിയുന്ന ആരിഫ് തന്നെയാണ്. പക്ഷെ ആ നാട്ടിലെ പതിവ് അങ്ങനെ പറഞ്ഞാൽ വിഷയം അങ്ങനെ മനസ്സിലാക്കുന്ന സ്ഥലം തന്നെയാണ്. അങ്ങനെ വൽ അജബു, അജബ് മിമ്മൻ ഒരുത്തനെ തൊട്ടാണ്. ഇഷ്ടതല്ല എങ്ങനത്തെ ഒരുത്തനാണ് അവൻ ലക്ഷ്യം പിടിച്ച്. ഖൗലുൽ ഗസാലി, ഗസാലി ഇമാമിന്റെ ഖൗല് കൊണ്ട് ലാ യദുറുൽ ഖതഉ ഫി തദ്കീരി വതഅലീഫ്. ഈ തദ്കീരി തഅലീഫിൽ വരുന്ന ഖതഉ ബുദ്ധിമുട്ടാക്കൂല എന്ന വാക്കുകൊണ്ട്, തദ്കീരി തഅലീഫിൽ വരുന്ന ഖതഉ ബുദ്ധിമുട്ടാക്കൂല എന്ന വാക്കുകൊണ്ട് അവൻ ലക്ഷ്യം പിടിച്ചു. ഐ കമാ സറഹു ബിഹി ഫി തലാഖി വൽ ഖദ്ഫി വൽ ഇത്ഖി. അതങ്ങനെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തലാഖിന്റെ ബാബിലും അതുപോലെ ഖദഫിന്റെ ബാബിലും ഇത്ഖിന്റെ ബാബിലും ഒക്കെ അവരങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കിയതിന് വേണ്ടി ലക്ഷ്യം പിടിച്ചു. അല്ല അന്ന ഫത്ഹത്തായി, താങ്ങിന് ഫത്ഹ് കൊടുക്കൽ എന്നൊന്നും ബുദ്ധിമുട്ടാകും. താങ്ങിന് ഫത്ഹ് കൊടുക്കൽ ബുദ്ധിമുട്ടാക്കും എന്നതിന്റെ മേലിൽ അവർ ലക്ഷ്യം പിടിച്ചു. അതായത് സവ്വജുത്തുക്ക എന്നതിന് പകരം സവ്വജുത്തക്ക എന്ന് വായിച്ച് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് അവർ ഇതുകൊണ്ട് തെളിവാക്കി പിടിച്ചു. വഖഫല, അവര് വാഫിലായി. അന്നഹു ഇദാ സഹ സവ്വജുത്തുക്കി, സവ്വജുത്തുക്കി എന്ന വാക്ക് സഹിയായാൽ ബികസറിൽ കാഫി, കാഫിന് കസർ കൊണ്ടായ സഹി, ഖിതാബൻ ലി സൗജി, ഭർത്താവിനോട് ഖിതാബായിട്ട്, സഹ ബി ഫതഹി തായി, അപ്പോൾ തായിന് ഫതഹ് കൊണ്ടായ നിലക്കും നിക്കാഹ് സഹിയാകും എന്ന് പറയണ്ടേ. ബിലാ ഫാരിക്കും, രണ്ടിൻ്റെ ഇടക്കിലാക്കി ഒരു ഫാരിക്കും ഇല്ലല്ലോ. ക എന്ന് പറഞ്ഞാൽ നീ എന്നും, തു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് ആണ് അർത്ഥം. അതേപോലെ ക എന്ന് പറഞ്ഞാൽ പുരുഷനാകുന്ന നീ എന്നും, കി എന്ന് പറഞ്ഞാൽ സ്ത്രീയാകുന്ന നീ എന്നുമാണല്ലോ. അപ്പോ അതിൽ ഒരുപാട് വ്യത്യാസം അതുകൊണ്ട് വരുന്നില്ലേ. അപ്പൊ അത് ആ കസർ കൊണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്. വസയുവലമു മിമ്മായെത്തി, ശേഷം വരുന്നതിൽ നിന്ന് അറിയപ്പെടാം. എന്തറിയപ്പെടും? സിഹത്തുൽ നിക്കാഹി, നിക്കാഹ് സഹിയാണ് എന്നറിയപ്പെടും. മാ ലഫീ സദാഖ്, മഹറിനെ നിഷേധിക്കലോട് കൂടെ. മഹർ നിഷേധിച്ചുകൊണ്ട് ഇക്കാലത്തേനോ എന്താണ് സഹിയ? ഫൈസ്തത്തുൽ ലുസൂമിഹി എന്ന് വെക്കുമ്പോൾ ആ മഹർ ലാസിമാകുന്നതിൽ, നിർബന്ധമാകുന്നതിൽ ഷർത്താക്കപ്പെടും. ഹുന ഇവിടെ വിക്രുഹു, ആ മഹറിനെ പറയും. ഫീ കുല്ലിൻ മിൻ ഷിഖ്ഖിൽ അഖദി, അഖദിന്റെ രണ്ട് ഭാഗങ്ങളിൽ ഓരോന്നിലും, ഈജാബിന്റെ ഭാഗത്തും അതുപോലെ ഖബൂലിന്റെ ഭാഗത്തും, രണ്ട് ഭാഗത്തും ഓരോ ഭാഗത്തും എന്ത് ചെയ്യണം? മഹർ പറയണം. അങ്ങനെ മഹർ പറഞ്ഞെങ്കിലാണ് മഹർ ലാസിമാവും. മഹർ തീരെ പറയാനിരിക്കാത്തോ മഹറിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാതെ നിക്കാഹ് നടത്തിയാൽ നിക്കാഹ് സഹിയാവും. അവിടെ മഹർ കൊടുക്കണം, അത് കൊടുക്കണം. ഒന്നും പറയാതെ നിക്കാഹ് നടത്തിയാൽ മഹർ കൊടുക്കണം. അത് പറയാത്തതുകൊണ്ട് മഹർ ബിസിനാണ് കൊടുക്കേണ്ടി വരിക. അതേപോലെ മഹറില്ലാതെ നിക്കാഹ് നടത്തിയാലോ അതൊക്കെ നിക്കാഹ് സഹിയാവും. അല്ലെങ്കിൽ വലിയൊരു മഹർ പറഞ്ഞു, ഉദാഹരണം വലിഞ്ഞ് പറഞ്ഞു 5 പവൻ മഹറുണ്ട്.
മറ്റെന്ത് പറഞ്ഞു? ഒരു പവൻ മഹറിന് എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കിക്കൊണ്ട് പറഞ്ഞു. നിക്കാഹ് എന്തായാലും സഹിയാവും. മാ തവാഫുഖിഹി മാ ഫീഹി, രണ്ടാളും പരസ്പരം യോജിക്കലോട് കൂടെ, ഫീഹി ആ മഹർ, മഹർ ഇത്ര എന്ന വിഷയത്തിൽ രണ്ടാളും യോജിപ്പും ഉണ്ടാകും. ആ നിലക്ക് രണ്ട് ഭാഗത്തും പറയാം. ഉദാഹരണം, തസവ്വജത്തു ഹാബി, ഞാൻ അവളെ ഇണയായി സ്വീകരിച്ചു. ബിഹി, അപ്പറഞ്ഞ മഹറിന്റെ പകരം. അത് ഭർത്താവും സ്വീകരിച്ച് വലിയും അങ്ങനെ സ്വീകരിച്ചാൽ അപ്പറഞ്ഞ മഹർ നിർബന്ധം. വൈല വദബ മഹറുൽ മിസ്ലി, വൈല അങ്ങനെയാണെങ്കിൽ, വൈല അങ്ങനെയാണെങ്കിൽ വദബ നിർബന്ധമാകും മഹറുൽ മിസ്ലി, മഹറുൽ മിസ്ലി നിർബന്ധമാകും. അതായത് ഈ വലിയ പറഞ്ഞിരിക്കുന്ന മഹർ സ്വീകരിച്ചില്ല, വലിയ എന്തായാലും ഈ കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ മഹർ മിസലിനേക്കാൾ ഏറെ വേണം, എന്നാലേ നടത്തി കൊടുക്കും. അപ്പൊ പിന്നെ ഈ സൗജനാണെങ്കിൽ അത് താല്പര്യമില്ല. എന്നാ പിന്നെ മഹർ പറയാതിരിക്കാൻ നടത്തിയാലോ മഹറാണ് നിർബന്ധമാവും. എന്താ നിർബന്ധം? മഹർ മിസിൽ നിർബന്ധം, മഹർ മിസിൽ. അപ്പോ മഹർ മിസിലിനേക്കാൾ ഏറെയാണ് വലിയ ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ഏറെയുള്ളതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് മഹർ ഇവിടെ പറയാതിരിക്കുക. പറയാതിരുന്നാൽ മഹർ മിസിലേ നിർബന്ധമാവും. വയസ്ഹു തഖദീമു ലഫ്ദി സൗജി, സൗജിന്റെ ലഫ്ദിനെ മുന്തിക്കൽ സഹിയാണ്. സൗജ് ഇപ്പൊ കാബിലാണ്. ഔ വക്കീലിഹി, അല്ലെങ്കിൽ സൗജിന്റെ വക്കീലിന്റെ ലഫ്ദ്. സവാഉൻ ഖബിൽതു വ ഗൈറുഹ, ഖബിൽതു എന്ന വാക്കും അതല്ലാത്തതും രണ്ടും സമമാണ്. ഖബിൽതു എന്ന വാക്കും അതല്ലാത്തതും ഏത് കബൂലായാലും വേണ്ടില്ല, ആ ലഫ്ദ് ആദ്യം ഉണ്ടാതെ കുഴപ്പമില്ല. കമാ ഖാലാഹു ഷൈഖാനി, അങ്ങനെ പറഞ്ഞതിന് വേണ്ടി. ഖിലാഫൻ ലിമൻ ഫറഖ, ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വ്യത്യാസമാക്കി പറഞ്ഞു. ഖബിൽത്ത് പറ്റൂല. നവസാമു അന്ന തഖദ്ദമ ഖബിൽത്തു, ഈ ഖബിൽത്തു എന്ന വാക്ക് മുൻകടക്കലാകുന്നത് വൈറു മുൻതളമിൽ, അത് കബിൽത്ത് മുൻകടക്കൽ വൈറു മുൻതളമിൽ, അതൊരു കോർവ ഉടയതല്ലാത്തതാണ്. ലിസ്റ്റ് അത് തേടുന്നതിന് വേണ്ടി മഖ്ബൂലൻ, ഒരു സ്വീകരിക്കപ്പെടുന്ന ഒന്നിനെ, മുത്തഖദ്ദിമൻ മുൻകടന്ന. കബിൽത്തു എന്നർത്ഥം ഞാൻ സ്വീകരിച്ചു നടത്തും. അപ്പൊ സ്വീകരിക്കെങ്കിൽ സ്വീകരിക്കുന്ന ഒന്ന് ആദ്യം ഉണ്ടാവേണ്ടതല്ലേ. അപ്പൊ ഈ സൗദിന്റെ വാക്ക് ആദ്യം കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്വീകരിച്ചതാ ഈ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് കബിൽത്തു ആണെങ്കിൽ മുൻകടക്കാൻ പാടില്ല എന്നുള്ള സഹമാകുന്നത് മംനൂൻ, അത് സ്വീകാര്യമല്ല. ആ സഹമ് സ്വീകാര്യമല്ല. ഇത് കാരണം യസ്ഹു സഹിയാവിലെ അയ്യൊക്കാല പറയപ്പെടൽ കബിൽത്തുമായ സേജിയുമിക്ക, ഞാൻ സ്വീകരിച്ചു എന്ത്? നിന്നിൽ നിന്ന് വരാൻ പോകുന്ന ഈജാബ്, നിന്നിൽ നിന്ന് ശേഷം വരുന്ന ഈജാബ് ഞാൻ സ്വീകരിച്ചു എന്നായ പോലെ കബിൽത്തു എന്നേതാക്കിയ ഒരു മഖ്ബൂല് വേണം. അത് കബിൽത്തു ആദ്യം വന്നാലും ശേഷം വന്നാലും രണ്ടാണെങ്കിലും മഖ്ബൂല് വേണം. ആ മഖ്ബൂലിനായി കബിൽത്തു ആദ്യം വരികയാണെങ്കിൽ ശേഷം നീ ചെയ്യുന്ന ഈജാബ്, ആ ഈജാബിനെ ഞാൻ സ്വീകരിച്ചു എന്നർത്ഥം വെച്ചാൽ മതിയല്ലോ. താബീറു ബിൽ മാവി, മാവി കൊണ്ടുള്ള താബീർ, മാവിയെ കൊണ്ടുവരും, മാവി കൊണ്ട് ഇബാറത്ത് പറയും. അനിൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലെ തൊട്ട്.
ഇഷ്ആറിന് എന്തിനാണ് കൊണ്ടുവരുന്നത്? ഇഷ്ആറിനെ അറിയിക്കാൻ വേണ്ടി. എന്തുകൊണ്ട് അറിയിക്കാൻ വേണ്ടി? ബി സിഖത്തി ബി വഖൂഇഹി, അത് സംഭവിക്കും എന്നുള്ള ഉറപ്പ് കൊണ്ട് അറിയിക്കാൻ വേണ്ടി മുസ്തഖബിലിനെ തൊട്ട് മാദി കൊണ്ട് കൊണ്ടുവരും. ഹത്താ കാന്നഹു വാഖിഉ, ആ സംഭവിക്കാനുള്ള കാര്യം സംഭവിച്ചതുപോലെ ഇരിക്കുന്നു. അങ്ങനെ അതുപോലെ നിൽക്കും. അങ്ങനെ കൊണ്ടുവരൽ ഷായുൻ, അത് വ്യാപകമാണ്, അത് അധികരിച്ചതാണ്. ലുഗത്താലും ഉർഫൻ ഉർഫാൻ. അപ്പൊ ഇവിടെ ഖബിൽതു, നീ ചെയ്യുന്ന ഈജാബ് ഞാൻ സ്വീകരിച്ചു. നിന്റെ മൗലിയത്തിനെ നീ എനിക്ക് ഇണയാക്കി തരുന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ഖബിൽതു എന്ന വാക്ക് ലഫ്ള് മാദിയാണ്. സംഗതി മാന ഇൻഷാ ആണെങ്കിലും ലഫ്ള് മാദിയാണ്. അപ്പൊ എന്താ ഇവിടെ ഇപ്പൊ എന്താക്കി മൂപ്പർ ഈജാബ് ഇവിടെ ഇൻഷാ ചെയ്തിട്ടില്ല. ആ ഇൻഷാ ചെയ്യാത്ത ഈജാബ് അതിപ്പോ എന്താ ഇപ്പൊ സംഭവിച്ച പോലെയായി ചിത്രീകരിച്ചുകൊണ്ട്, അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളതാണ്, അതുകൊണ്ടാണ് അത് സംഭവിച്ചതുപോലെ ആക്കിയത്. അതുകൊണ്ടാണ് ഖബിൽതു എന്ന് ഇവിടെ ചെയ്യാത്ത ഈജാബിനെ പറ്റി ഖബിൽതു എന്ന് പറഞ്ഞത്. അതാണ് ആ പറഞ്ഞത് തഅബീറു ബിൽ മാദി. അത് സാധാരണ ലോകത്തിലും ഉറുഫിലും ഷായിയായി ഉണ്ടാകുന്ന അനാ ലഫ്ളിൽ വലിജ്, വലിജിന്റെ ലഫ്ളിനേക്കാൾ മുൻകണക്ക്. ഔ വക്കീലിഹി, അല്ലെങ്കിൽ വലിജിന്റെ വക്കീലിന്റെ ലഫ്ളിനേക്കാൾ മുൻകണക്കൽ. അതിന് കുഴപ്പമില്ല. എന്താ കാരണം? ലിഹുസൂലിൽ മഖ്സൂദി, മഖ്സൂദ് ഹാസിലായതിനു വേണ്ടി. അങ്ങനെ മുന്തിക്കലോട് കൂടെയും ഉദ്ദേശം ഹാസിലാണല്ലോ. വലാ യസ്ഹു നിക്കാഹു, നിക്കാഹ് സഹിയാകില്ല ഇല്ലാ ബിലഫ്ളി തസ്വീജി, തസ്വീജിന്റെ ലഫ്ള് കൊണ്ടല്ലാതെ, അവിൽ ഇൻകാഹി, അല്ലെങ്കിൽ ഇൻകാഹിന്റെ ലഫ്ള് കൊണ്ടല്ലാതെ. അതായത് ഐ മസ്തുക്ക മിൻഹുമ, അവ രണ്ടിൽ നിന്നും ഇഷ്തിഖാക്ക് ചെയ്യപ്പെട്ട ഒന്നുകൊണ്ടല്ലാതെ. അപ്പൊ ഫലൈസ ഹാദാ മുക്കറർ, ഇത് മുക്കററല്ല, ഇത് ആവർത്തനമല്ല. നേരത്തെ പറഞ്ഞതിന്റെ ആവർത്തനമല്ല ഇത്. മസ്തുക്ക എന്ന് പറയുമ്പോൾ ഈ തസ്വീജ് എന്ന മസ്തറിൽ നിന്നും ഇൻകാഹ് എന്ന മസ്തറിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട ഏത് ലഫ്ള് കൊണ്ടും സഹിയാകുമെന്നായി. നേരത്തെ പറഞ്ഞു സവ്വജ്തുക അൻകഹ്തുക എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ തസ്വീജ് ഇൻകാഹ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ആവർത്തനമല്ലേ എന്ന് തോന്നും. അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു മോഡൽ മാത്രം. സവ്വജ്തുക എന്നൊരു മോഡലാണ്, അതേപോലെ അൻകഹ്തുക ഒരു മോഡലാണ്. ഇനി അതേപോലെ തസ്വീജ് ഇൻകാഹ് എന്നതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മറ്റ് ലഫ്ളുകൾ കൊണ്ടും സഹിയാകും. അപ്പൊ ഇത് ആവർത്തനമല്ല. മാമാ മറ, മുമ്പ് കഴിഞ്ഞു പോയ ഒന്നോടുകൂടെ ആശയം. ഈഹാമി, ആ മുമ്പ് കഴിഞ്ഞു പോയ ഒന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി ഹസറ സിഹത്തി, നിക്കാഹ് സഹിയാകല്ല, പരിമിതമാക്കല്ല, ഫീ തിൽക്ക സയ്യതി, ആ കഴിഞ്ഞു പോയ സീനുകളിൽ മാത്രം, അതുകൊണ്ട് മാത്രമേ സഹിയാവുള്ളൂ എന്ന് തോന്നൽ വരും. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഇവിടെ രണ്ടാമത് വലാ യസ്ഹുഇല്ലാ ബിലഫ്ളി തസ്വീജ് അവിൽ ഇൻകാഹി, അതായത് ഐ മസ്തുക്ക മിൻഹുമ എന്ന് പറഞ്ഞത്. അപ്പൊ യസ്ഹു, അപ്പൊ സഹിയാകും നഹ്വു അന മുസവ്വിജുക മൗലിയത്തി ഫുലാന എന്ന വാക്ക് സഹിയാകും. ഞാൻ നിനക്ക് ഇടയാക്കി തരുന്നവനാണ് എൻ്റെ മൗലിയത്ത് ഫുലാനത്തിനെ എന്ന് ഇസ്മു ഫായിൽ കൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. എന്നാലും സഹിയ. നേരത്തെ പറഞ്ഞത് സവ്വയ്തുക അല്ലെങ്കിൽ അൻകഹ്തുക എന്ന് പറഞ്ഞു.
ഖൗലുൽ ബുൽഖീനി, ബുൽഖീനി മാമന്റെ വാക്ക് ഹുന ഇവിടെ അൽ ആൻ, അൽ ആന എന്ന വാക്ക് ഇവിടെ മുസവ്വിജുക അൽ ആന എന്ന് കൂട്ടി പറയണം. ആ വാക്ക് യഖ്തദി തേടുന്നു അന്നഹു യുസ്തറത്ത് ഹുന, ഇവിടെ ഷർത്താക്കപ്പെടും എന്ന് അൽ ആൻ എന്ന് പറയും. നദീറ മാ ഖദ്ദമഹു ഫീ ഉൻകിഹുക, ഉൻകിഹുക എന്നിടത്ത് താൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒന്നിന്റെ നദീറാസിയിൽ അവിടെ ഉൻകിഹുക്കൻ്റെ അവിടെയും അൽ ആൻ വേണം എന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പോലെ ഇവിടെ മുൻകിഹുക്ക എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വേണം? അൽ ആന എന്ന് പറയണം എന്ന് ആര് പറഞ്ഞു? ബുൽഖീനി ഇമാം പറഞ്ഞു. അപ്പൊ വജസമ ബാദുഹും ബിഅന്ന ഉസവ്വിജുക ഔ ഉൻകിഹുക, അതുകൊണ്ട് നിക്കാഹ് സഹിയാകും എന്ന് ബാദ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ സീഗന്റെ പറ്റി ചർച്ച തുടങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞു പോയി. വല്ലതി യദ്ഹറു ഖിലാഫ്, എന്നാൽ ദലീലിൽ നിന്ന് വ്യക്തമാകുന്നത് അതിൻ്റെ എതിരാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന അൽ ആന ഷർത്താന്ന് പറഞ്ഞാലും ഉൻകിഹുക എന്ന് പറഞ്ഞെടുത്ത് അൽ ആന എന്ന് പറയൽ ഷർത്താണെങ്കിലും ഇവിടെ മുസവ്വിജുക എന്നിടത്ത് അൽ ആന ഷർത്തില്ല. അതാണ് ദലീലിൽ വ്യക്തമാകുന്നത്. لأن اسم الفاعل حقيقة في الحال, اسم فاعل ഹാലിൽ ഹഖീഖത്താണ്. അപ്പോ ഫലാ യൂഹിമുൽ വഅദ, അത് വാഗ്ദാനത്തെ തോന്നിപ്പിക്കുന്നില്ല. ആ ഫീൽഡിനോട് ബന്ധിക്കുന്ന സമയത്താണ് ഇസ്മുൽ ഫായിൽ പറയുക. അപ്പൊ അന മുസവ്വിജുക, ഞാൻ നിനക്ക് ഇപ്പോൾ ഇണയാക്കി തരുന്നവനാണ് എന്നർത്ഥമായി. ആ വാക്ക് തന്നെ വന്നു. ഈ ഇണയാക്കി തരുന്നവ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വാക്ക് പറയുക. പിന്നെ അൽ ആന എന്ന വാക്കിന്റെ ആവശ്യമില്ല. ഫല യൂഹിമോ തോന്നിപ്പിക്കൂല അൽ വാദ വാദിന ഹത്താ യുഹ്തറസ അൻഹു, അതിനെ തൊട്ട് സൂക്ഷിക്കപ്പെടാൻ വേണ്ടി. ബിഖിലാഫിൽ മുദാരി, മുദാരിന് മാറുകൊണ്ടാണ്. ഫൈൻ കുൽത്ത, നീ ചോദിക്കുകയാണെങ്കിൽ അൽ ഖിലാഫു ഫീ കുല്ലി മിൻഹുമാ മശ്ഹൂർ, അവ രണ്ടിൽപ്പെട്ട എല്ലാ ഓരോന്നിലും ഖിലാഫ് മശ്ഹൂറാണ്. ഇസ്മു ഫായിലും മുദാരിയിലും രണ്ടിലും എന്താണ്? ഖിലാഫ് മശ്ഹൂറാണല്ലോ. വൈന്നമല്ലദി തഫാറഖ ഫീഹി അത്തർജിഹു, വൈന്നമല്ലദി ഒന്ന്, തഫാറഖ അത് രണ്ടും പിരിഞ്ഞിരിക്കുന്നു, ഫീഹി ആ ഒന്നിന്, ആ പിരിഞ്ഞിരിക്കുന്ന ഒന്ന് അത്തർജിഹു റാജിഹാക്കൽ മാത്ര, ഇന്ത ജമ്മിൻ ഒരു കൂട്ടം അയിമത്തിൻ്റെ അടുത്ത്. അപ്പോ ഖിലാഫ് രണ്ടിടത്തുണ്ട്. റാജിഹാക്കുന്നിടത്ത് ഇസ്മു ഫായില് ഹാലിൽ ഹഖീഖത്താണ്. ഈ മുദാരി അത് ഹാലിനും അതേപോലെ ഇസ്തിഖ്ബാലിനും രണ്ടിനും വരും. അതാണ് വ്യത്യാസം. ഇസ്തിഖ്ബാലിനും അത് വരും, ഹാലിനും മുദാരി വരും. ഇസ്മുൽ ഫായില് ഹഖീഖത്തിൽ അത് ഹാലിലാണ്. ചില ആൾക്കാർ അതിനെതിരെ വന്നവരുണ്ടല്ലോ. അപ്പൊ ഫക്കാന എംബഗി തഅയ്യുനുൽ ആൻ, അങ്ങനെ ആവുമ്പോൾ അത്യാവശ്യമായില്ലേ അൽ ആൻ എന്ന്
പറയൽ നിജമാകൽ ഫീഹി ഇസ്മുൽ ഫായിലും മിസ്ലഹു മുദാരി പോലെ അസിൽ ഖുറൂജ മിൻ ദാലിക്കൽ ഖിലാഫ് ആ ഖിലാഫിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എങ്ങനത്തെ ഖിലാഫ അൽ മൂജിബിൽ ഇഹ്തിമാലിഹി അൽ വാദ അത് സാധ്യമാകലിനെ നിർബന്ധമാക്കി തീർക്കുക എന്തിന് അൽ വാദ ഒരു വാഗ്ദാനത്തിന് അയാൾ വീണ്ടും ഇൻഷാവിന് അത് സാധ്യമാകും അതേപോലെ എന്തായി അത് വാഴുതിനും അത് സാധ്യമാകും അപ്പൊ അന്നേരക്ക് ഇവിടെയും അൽ ആൻ എന്ന് കൈത് കൊടുക്കല്ല വേണ്ടത് എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ കൊടുത്തു ഞാൻ പറയുന്നു കഫാ ബിഖ്തിലാഫി തെർജീഹി മുറജ്ജിഹ് ഈ തെർജീഹി വ്യത്യാസമാകൽ തന്നെ മതി മുറജ്ജിഹൻ മുറജ്ജിഹാൻ തെർജീഹി വ്യത്യാസമാകൽ തന്നെ മതി മുറജ്ജിഹാൻ അതായത് മുദാരിയെ സംബന്ധിച്ചിടത്തോളം മുദാരി മുസ്തറക് ഇസ്മു ഫായിലെ സംബന്ധിച്ചിടത്തോളം ഇസ്മു ഫായിൽ ആലിൽ ഹഖീഖത്ത് അപ്പൊ പിന്നെ വാദിൽ അത് മജാസ അപ്പൊ ആ തെർജീഹ് വ്യത്യാസമാകൽ തന്നെ മതി ഇവിടെ റാജിയാക്കാൻ വേറെ ഒന്ന് കൂട്ടുന്നില്ല ലാസിയമാ വൽ മുറജ്ജിഹൂന അയ്ദൻ മിമ്മൻ അഹാതു ബിൽ ലുഗതി അക്സറു മിൻ ഗൈരി പ്രത്യേകിച്ച് വൽ മുറജ്ജിഹൂനായി റാജിഹാക്കിയ ആളുകൾ അയ്ദൻ വീണ്ടും മിമ്മൻ അഹാതു ബിൽ ലുഗതി ലുഗത്ത് കൊണ്ട് വളരെ അഗാധമായി അറിഞ്ഞവരാലായ സ്ത്രീ അക്സറു മിൻ ഗൈരിഹിം അവർ മറ്റുള്ളവരെക്കാൾ അധികരിച്ചവരും ആണ് ഈ റാജിഹാക്കിയ കൂട്ടത്തിൽ ലോകത്തിലെ പരിപൂർണമായി അറിഞ്ഞ ആളുകൾ ഈ റാജിഹാക്കിയവരിൽ ഏറെ ഉണ്ടതാണ് മുറജ്ജിഹുന മൂത്ത അക്സറു ഖബർ നിമ്മൻ അഹാത്ത് എന്നുള്ളത് ഹാൽ വദാലിക അതിൽ ഖബരി മുസ്ലിമിൻ ഈ ലഫ്ദ് കൊണ്ട് നിക്കാഹ് സഹിയാണ് തസ്വീജി ഇൻകാഹ് എന്നതിൽ നിന്നുള്ള മുസ്തഖ് കൊണ്ട് മാത്രമേ നിക്കാഹ് സഹിയാകൂ എന്ന് പറയാനുള്ള കാരണം അത് മുസ്ലിമിന്റെ ഹദീസാണ് തെളിവ് ഇത്തഖുല്ലാഹ ഫിൻ നിസാഇ ഫൈലക്കും അഖൽതുമുഹുന്ന ബിഅമാനത്തില്ലാഹ് വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ് എന്ന ഹദീസ് ഇത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ പ്രത്യേകിച്ച് പാലിക്കണം പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫൈനക്കും കാരണം തീർച്ചയായും നിങ്ങൾ അഹൽത്തുമൂഹുന്ന നിങ്ങൾ അവരെ സ്വന്തമാക്കി വെച്ചു നിങ്ങൾ അവരെ പിടിച്ചു നിങ്ങളുടെ ഭാര്യമാരാക്കി വെച്ചു അത് ബി അമാനത്തില്ലാഹി അള്ളാഹു താല അന്റെ അമാനത്ത് കൊണ്ടാണ് അപ്പൊ അള്ളാഹു താല നിങ്ങളെ കൈവശം നിങ്ങളുടെ അടുക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന മുതല് പോലെ ആക്കി തന്നിരിക്കുകയാണ് ആ ഭാര്യമാർ അപ്പൊ നിങ്ങൾ ആ ഭാര്യമാരെ അവരുടെ ദുന്യാവിലും ആഖിറത്തിലും അവർക്ക് ഗുണം കിട്ടുന്ന രൂപത്തിലാക്കിയിട്ട് അവരെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക ഭാര്യമാരുടെ കാര്യത്തിൽ അപ്പൊ അള്ളാഹു താല നിങ്ങളുടെ കൈവശങ്ങളിൽ അമാനത്തുകൾ പോലെ ആക്കി തന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അവരെ കൈവശപ്പെടുത്താൻ പറ്റിയത് വസ്തഹലത്തും ഫുറൂജഹുന്ന അവരുടെ ഫർദികളെ നിങ്ങൾ അനുവദനീയമാക്കി ബി കലിമത്തില്ലാഹി അല്ലാഹു തആലാന്റെ കലിമത്ത് കൊണ്ട് അല്ലാഹു തആലാന്റെ കലിമത്ത് അള്ളാഹുവിന്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഏത് വാക്കാണോ ഈ വിവാഹത്തെ പറ്റി അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ആ വാക്കുകൾ കലിമത്തുഹു അല്ലാഹു തആലാന്റെ കലിമത്ത് എന്ന് പറഞ്ഞാൽ മാ വർദ ഫീ കിതാബിഹി അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖുർആനിൽ വന്നിരിക്കുന്ന വാക്കാണ് അത് തസ്വീജും ഇൻകാഹുമായ വാക്കേ വന്നിട്ടുള്ളൂ വലം യരിദ് ഫീഹി ഗൈറുഹു ആ രണ്ട് വാക്കല്ലാത്തത് അള്ളാഹുവിന്റെ ഖുർആനിൽ വന്നിട്ടില്ല വൽ ഖിയാസു മുംതനിഉ അതിനോട് താരതമ്യം ചെയ്ത് മറ്റു വാക്കുകളെ അതേപോലെ ആക്കി പിടിക്കൽ അത് പാടില്ലാത്തതാണ് എന്താ കാരണം എൻ്റെ ഫിൻ നിക്കാഹിൽ നിർബം വരെ താബുദി നിക്കാഹിൽ താബുദിനാലുള്ള ഒരു ശാഖ അതിലുണ്ട്
അള്ളാഹുത്തല അനുവദിച്ചതിൽ മാത്രം നിൽക്കുക എന്നൊരു പ്രത്യേക സ്വഭാവമുള്ള ഒന്നാണ് നിക്കാഹ്. ഫലം യസിഹ, അതുകൊണ്ട് ആ നിക്കാഹ് സഹിയാകാത്ത ഇബാഹത്തിന് ഹിബത്തിന് തംലീക്ക്, ഈ ഇബാഹത്തിന്റെ അല്ലെങ്കിൽ ഹിബത്തിന്റെ അല്ലെങ്കിൽ തംലീക്കിന്റെ പോലെയുള്ള ലഫ്ദ് പോലെയുള്ളത് കൊണ്ട്. അപ്പൊ നിക്കാഹ് എന്തുകൊണ്ട് പറ്റൂല? ഞാൻ എൻ്റെ മകളെ നിനക്ക് ഹലാലാക്കി, ഹലാലായ ഭാര്യയാക്കി എന്ന് പറയുന്നു. എൻ്റെ മകളെ ഞാൻ നിനക്ക് ഹലാലായ ഭാര്യയാക്കി, ഹലാലാക്കി എന്ന വാക്കുകൊണ്ട് നിക്കാഹ് സഹിയാകുന്നില്ല. പിന്നെ നോക്കുങ്ങൾ എന്തിനാണ് ഈ ഹലാലായ ഭാര്യയാക്കി എന്ന് ഈ കൂട്ടി പറയുന്നത്? അപ്പൊ ഇബാഹത്ത്, ഞാൻ എൻ്റെ മകളെ നിനക്ക് ഞാൻ ഹലാലാക്കി തന്ന് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെണ്ണ് പറയാൻ ഞാൻ എന്നെ നിനക്ക് ഹലാലാക്കി തന്ന്, അല്ലെങ്കിൽ പറയാം ഹിബത്ത്. ഒരു വാപ്പ പറയാണത് എൻ്റെ മകളെ ഞാൻ നിനക്ക് ഹിബത്ത് ദാനം ചെയ്തു, അല്ലെങ്കിൽ എന്തായി ഒരു പെണ്ണ് പറയാണ് ഞാൻ എന്നെ നിനക്ക് ദാനം ചെയ്തു എന്നിത്യാദി വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ പറയാൻ തംലീക്ക്. ഒരു ബാപ്പ പറയാണെന്ന് തംലീക്ക്, മല്ലക്തുക, നിനക്ക് ഞാൻ ഉടമയാക്കി തന്നു ബിന്തി, എൻ്റെ മകളെ എന്ന് പറഞ്ഞാൽ ഈ ജാതി വാക്കുകൊണ്ടൊന്നും നിക്കാഹായി പരിഗണിക്കില്ല. എന്താണ് കാരണം? നിക്കാഹിന് ഖുർആനിൽ വന്നിരിക്കുന്ന പദങ്ങളല്ല അതൊന്നും. എന്നാൽ അപരിഷ്കാരം അങ്ങനെ ഖുർആനിൽ ഇല്ലേ ചോദ്യം വരാം. വജഅലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കിയത് ആ നിക്കാഹിനെ ബിലഫ്ദുൽ ഹിബത്തി, ഹിബത്തിന്റെ ലഫ്ദ് കൊണ്ട് നിക്കാഹിനെ ആക്കിയിട്ടുണ്ട് ഖുർആനിൽ. അത് മിൻ ഖസായിസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് കേട്ടോ. അതിന്റെ കാരണം അത് ഖൗലിഹി, അല്ലാഹു തആല പറഞ്ഞില്ലേ, ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, തങ്ങൾക്ക് മാത്രമേ ഇത് പറ്റൂ, മുഅ്മിനീങ്ങൾക്ക് അത് പറ്റുന്നതല്ല. ഇത് എന്ത്? ഇവഹബത്തു നഫ്സഹാ ലിന്നബി, ഒരു പെണ്ണ് ആ പെണ്ണിന്റെ നഫ്സിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിബത്ത് ചെയ്താൽ, ആ ഹിബത്ത് കൊണ്ട് നിക്കാഹാവുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള നിയമമാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. മുഅ്മിനീങ്ങളെ കൂടാതെ മുഅ്മിനീങ്ങൾക്ക് ആ നിയമമില്ല എന്ന് പറഞ്ഞത് സരീഹുൻ വാദിഹുൻ ഫീ ദാലിക, ആ വിഷയത്തിൽ വ്യക്തമായി അറിയിക്കുന്ന സരീഹായ തെളിവാണ്. അപ്പൊ ജിബാരിഷ്കർ ഖബറുൽ ബുഖാരി, ബുഖാരി ഇമാമിന്റെ ഹദീസ്, മല്ലക്തുകഹ ബിമാ മഅക മിനൽ ഖുർആനി, മല്ലക്തുകഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബി വനിനോട് പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു. മല്ലക്തുകഹ, അവളെ ഞാൻ നിനക്ക് മിൽക്കാക്കി തന്നു, ബിമാ ഒന്നിന് പകരം, അതായത് ഒന്ന് പഠിപ്പിക്കലിന് പകരം, ബിമാനാണ് ഒന്നിനെ പഠിപ്പിക്കലിന് പകരം, ബി താലീമിമ എന്ന് പറയാം. മാക്ക നിന്നോട് കൂടെയുള്ള ഒന്ന്, ബിൽ ഖുർആൻ, ഖുർആനാണ് നീ മനഃപ്പാഠമാക്കി വെച്ച ഖുർആൻ, ആ ഖുർആൻ അവൾക്ക് നീ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഞാൻ അവളെ നിനക്ക് മിൽക്കാക്കി തന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ മിൽക്കാക്കുക എന്ന വാക്കോട് നിക്കാഹ് പറ്റും എന്നല്ലേ അതുകൊണ്ട് വരിക എന്ന ഇഷ്കാൽ. നമ്മൾ നേരത്തെ പറഞ്ഞതോ മിൽക്കാക്കുക എന്ന വാക്കുകൊണ്ട് നിക്കാഹ് പറ്റൂല. അത് അതിന് ജവാബ് പറയാം. ഇമ്മാ വഹമുൻ മിൻ മഅമർ, അത് ഈ ഹദീസിന്റെ റാവിമാരിൽ വരുന്ന മഅമർ, ഒന്നുകിൽ മഅമറിനെ പറ്റിയ അബദ്ധമാണ്, മഅമറിനെ പറ്റിയ അബദ്ധമാണ്. അങ്ങനെയാണ് അന്ന് കമാ ഖാല നൈസാബൂരി, ഇമാം നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്ന റിവായത്തിൽ ജംഹൂരി, ഭൂരിപക്ഷം റാവിമാർ റിവായത്തിൽ സവ്വജ്തുകഹ ബിമാ മഅക മിനൽ ഖുർആനി എന്നാണ്, മല്ലക്തുകഹ എന്നല്ല, സവ്വജ്തുകഹ. അപ്പൊ എന്തായി? മല്ലക്തുകഹ എന്ന് മഅമറിന്റെ ഖത പറ്റിപ്പോയതാണ്. പിന്നെ വൽ ജമാഅത്ത് ഔലാ ബിൽ ലിഫ്ദി ബിൽ വാഹിദി, ഇവിടെ ഒരു സംഘം ആൾക്കാരുണ്ട് സവ്വജ്തുകഹ എന്ന് പറഞ്ഞവർ, അവരാണല്ലോ ഹിഫ്ദ് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ. ആരേക്കാൾ? ഒരാളേക്കാൾ. ഒരാൾ മാത്രം ഇങ്ങനെ പറയുമ്പോഴാക്കി ആ ഒരാളെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് ആ ഒന്നിലേറെയുള്ള മറ്റുള്ള ഹാഫിളീങ്ങളെ അവരെ സ്വീകരിക്കാൻ നല്ലത്. അതുകൊണ്ട് ആ ഭാഗം മുന്നിച്ചു. അല്ലെങ്കിൽ അത് അവർ റിവായത്തുൽ ബിൽ മാന, അല്ലെങ്കിൽ അത് മഅമറിന് ഖത പറ്റിയൊന്നല്ല, മഅമർ ചെയ്താണ് മാന പ്രകാരം റിവായത്താക്കിയതാണ്. പറഞ്ഞത് സവ്വജ്തുക തന്നെയാണ്. ആ സവ്വജ്തുക എന്ന വാക്കിന്റെ അതേ അർത്ഥമുള്ള വാക്കാണ് മല്ലക്തുക എന്ന് ആര് മനസ്സിലാക്കി? മഅമർ മനസ്സിലാക്കി. അപ്പോൾ അത് മഅമറിന്റെ ഒരു ഇജ്തിഹാദാണ്.
മഅ്മർ ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്തിയ ആശയത്തിൽ മറ്റ് അയിമ്മത്ത് യോജിക്കണം എന്ന് പറയാൻ പറ്റൂലല്ലോ. അത് അവർക്ക് ഇജ്തിഹാദ് കിട്ടിയെങ്കിലല്ലേ യോജിക്കാൻ കഴിയും. അപ്പം അന്നെനിക്ക് അത് മഅ്മറിന്റെ സ്വന്തമായ അഭിപ്രായമായതുകൊണ്ട് ആ അഭിപ്രായം സ്വീകരിക്കൽ ആർക്ക് ബാധ്യതയില്ല? അത് മുജ്തഹിദുകൾക്ക് ബാധ്യതയില്ല. തറാദുഫി അത് രണ്ടും പര്യായ പദമാണ് എന്ന് മനസ്സിലാക്കിയതിന് വേണ്ടി. അല്ലെങ്കിൽ ഔ ജമാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന ലഫ്ദൈൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ലഫ്ദിന്റെ ഇടയിലും ജംഉ ചെയ്തിരുന്നു. അതായത് സബൈതുകഹ ബിമാ മഅക മിനൽ ഖുർആനി എന്നും മല്ലകതുകഹ ബിമാ മഅക മിനൽ ഖുർആനി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടും പറഞ്ഞിരുന്നു. എന്തിന്? ഇഷാറത്തൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. ഇലാ ഖുവ്വത്തി ഹഖ്ഖി സൗജി, ഭർത്താവിന്റെ ബാധ്യതയും ഹക്കുമെല്ലാം വളരെ ശക്തമാണ് എന്നതിലേക്ക് ഇഷാറത്ത് ചെയ്യാൻ വേണ്ടി. വാനുഹക്കൽ മാലിക്ക് ഒരു ഉടമസ്ഥനെ പോലെയാണ് സൗദി എന്നും. വയൻഅഖദു നിക്കാഹുൽ അഖ്റസ്, സംസാരശേഷിയില്ലാത്ത അഖ്റസ് പൊട്ടൻ, അവന്റെ നിക്കാഹ് മുൻഅഖദാകും. ബിഇഷാറത്തിഹി, അവന്റെ ഇഷാറത്ത് കൊണ്ട്. അല്ലത്തി, എങ്ങനത്തെ ഇഷാറത്താണ്? ലാ യഖ്തസു ബിഫഹ്മിഹ അൽ ഫത്തിൻ, അതിനെ മനസ്സിലാക്കൽ കൊണ്ട് വലിയ കൂർമ്മ ബുദ്ധിക്കാരൻ മാത്രം പ്രത്യേകമാവുക. അതായത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ ഇവന്റെ ഇഷാറത്ത് തിരിയും. ഒരു അപാര ബുദ്ധിന്റെ ഉടമക്ക് മാത്രം തിരിഞ്ഞ ഇഷാറത്തല്ല, എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഇഷാറത്ത് കൊണ്ട് പൊട്ടൻ നിക്കാഹ് നടത്തിയാൽ സ്വഹിയാകും. നിക്കാഹ് സ്വീകരിക്കുന്നിടത്തും അതേപോലെ നിക്കാഹ് നടത്തിക്കൊടുക്കുന്നിടത്തും അങ്ങനെ പറ്റും. വക്കനാബി കിതാബത്തി, അതുപോലെ അവൻ എഴുതിന് കൊണ്ടും എഴുത്താളാണെങ്കിലോ എഴുതിയാൽ നിക്കാഹ് സ്വഹിയാകും. ബിലാ ഖിലാഫ്, ഒരു ഖിലാഫും കൂടാതെ. അലാമാഫിൽ മജ്മൂയിൽ പറഞ്ഞ ഇത് പ്രകാരം ഒരു ഖിലാഫും ആ വിഷയത്തിൽ ഇല്ല. ലാക്കിന്നഹും മുഅ്തറും, അലാമാഫിൽ മജ്മൂഇ എന്നത് ഒരു തബറി, അതിനകത്തോട്ട് ഒഴിവാകുന്ന ഒരു പ്രയോഗമാണ്. അപ്പം എന്താ കാരണം? അത് ഇജ്തിഹാദ് പറയപ്പെട്ടിട്ടുണ്ട്, അതിന് എതിർപ്പുണ്ട്. ബിഅന്നഹു യറാ അന്നഹാ ഫി തലാഖി കിനായത്തുൻ, മജ്മൂ യറാ അഭിപ്രായപ്പെടുന്നു, അന്നഹാ ആ എഴുത്ത് തലാഖിന്റെ വിഷയത്തിൽ കിനായത്താണ്. എഴുതിക്കൊണ്ട് ഒരാൾ തലാഖ് ചൊല്ലിയാൽ അത് കിനായത്താണ് എന്നാണ് മജ്മൂ പറഞ്ഞത്. വൽ ഉഖൂദു അഗ്ലദു, അഖ്ദുകൾ കടോഹരമാണല്ലോ മിനൽ ഹുലൂലി, ഹല്ലുകളേക്കാൾ. ഒരു ഇടപാടുണ്ടാക്കലാണ് ആ ഇടപാടിനെ ഒഴിവാക്കുന്നതിനേക്കാൾ കടുപ്പം കൂടിയത്. ആ നിലക്ക് പറയുമ്പോഴായി ഇവിടെ ഒരു ഖിലാഫുമില്ലാതെ എന്നെങ്ങനെ പറയാം? ഫകൈഫ യസ്ഹു നിക്കാഹു ബിഹാ, പിന്നെ എങ്ങനെയാണ് ആ എഴുത്തുകൊണ്ട് നിക്കാഹ് സഹിയാവുക? ഫളൻ അൻ ഖൗലിഹി ബിലാ ഖിലാഫിൻ, ഞാനൊരു വിശേഷമാക്കുന്നു, അത് ഖിലാഫൊന്നും ഇല്ലാതെയായിരിക്കേണ്ട തൊട്ട്. അപ്പോ കിനായത്താണ് എന്ന് പറയുമ്പോഴായി അവിടെ പറഞ്ഞിരിക്കുന്ന ഖിലാഫ് ഇവിടെ എന്തായാലും വരണം. ഈ ഇഷാറത്തും അങ്ങനെ തന്നെ, അതും കിനായത്തന്നെ. വഖദ് യുജാബു, ചിലപ്പോൾ ജവാബ് പറയാം ബിഹംലി കലാമിഹി, തൻ്റെ കലാമിനെ ചുമത്തൽ കൊണ്ട്, മജ്മൂഇലെ കലാമിനെ ചുമത്തൽ കൊണ്ട്. അലാമായിദാലം ലക്കുല്ലഹു ഇഷാറത്ത് മുഫ്ഹിമത്ത്, അവന് ഒരു മുഫ്ഹിമത്തായ ഇഷാറത്തില്ല, എല്ലാവർക്കും മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഒരു ഇഷാറത്തില്ല. വതഅദ്ദറ തൗക്കീലുഹു, അവന് മറ്റൊരാൾക്ക് വക്കാലത്ത് കൊടുക്കൽ സാധ്യമല്ലാതെയും വന്നു. ഇൽത്റാറിഹി ഹീനദിൻ, ആ സമയത്ത് അവൻ ദറൂറത്തിലേക്ക് എത്തിയതിനു വേണ്ടി. അപ്പൊ ഈ പറഞ്ഞ വാക്കുകൊണ്ട് എന്ത് വരുന്നു? ഇവന് വക്കാലത്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ വക്കാലത്ത് കൊടുക്കാനും വേണ്ടതാണ്. ഈ വക്കാലത്തിൽ അത്ര പ്രശ്നമില്ല. ഈ നിക്കാഹിന്റെ അത്ര സൂക്ഷ്മത ബാധിക്കേണ്ടതല്ല വക്കാലത്ത്. അതുകൊണ്ട് വക്കാലത്ത് പറ്റും. യുൽഹഖു ബി കിതാബത്തിഹി, അവന്റെ കിതാബത്തിനോട് ചേർക്കപ്പെടും.
ഫി ദാലിക ഈ വിഷയത്തിൽ ഇഷാറത്ത് അവൻ ഇഷാറത്ത് അല്ലത്തി എങ്ങനത്തെ ഇഷാറത്താണ് യഖ്തസു ബി ഫഹ്മിഹ അൽ ഫത്തിൻ ആ ഇഷാറത്തിനെ മനസ്സിലാക്കൽ കൊണ്ട് വലിയ കൂർമ്മ ബുദ്ധിയുള്ളവൻ്റെ മാത്രം ഖാസാണ്. നല്ല കൂർമ്മ ബുദ്ധിക്കാരന് മാത്രമേ അവൻ്റെ ആ ഇഷാറത്ത് തിരിയും. അങ്ങനത്തെ ഇഷാറത്തും എന്തുപോലെയാണ്? അത് കിതാബത്ത് പോലെയാണ് കിനായത്ത. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ, ഇവന് രണ്ട് തരം ഇഷാറത്തുണ്ടാവും. ഒരു ഇഷാറത്ത് എല്ലാവർക്കും മനസ്സിലാകണം, അത് സലീഹായ സീഗ പോലെയാണ്. മറ്റൊരു ഇഷാറത്തുണ്ട്, അത് ഈ ഫത്തിൻ്റെ മാത്രമേ മനസ്സിലാവൂ, അത് കിനായത്ത് പോലെയാണ്. അപ്പോൾ അവൻ്റെ എഴുത്തും പോലെയാണത്. അങ്ങനെ അവൻ്റെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഇഷാറത്താണെങ്കിൽ ആ ഇഷാറത്ത് കൊണ്ട് സഹിയാണ്. പിന്നെ അവന് കിതാബത്ത് കൊണ്ട് സഹിയാകുമെന്ന് പറഞ്ഞെടുത്ത് രണ്ട് രൂപം വരാം. ഒരു പക്ഷേ അവൻ കിതാബത്ത് കൊണ്ട് അവൻ അധികാരം കൊടുക്കുക, വിവാഹം കഴിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ വിവാഹം സ്വീകരിക്കാനൊക്കെ അവൻ അധികാരം കൊടുക്കുക, അതിന് ഖിലാഫൊന്നുമില്ല. പിന്നെ മറ്റൊന്ന് ഉള്ളത്, അവൻ കിതാബത്ത് കൊണ്ട് നിക്കാഹ് നടത്തുക അല്ലെങ്കിൽ അവൻ അത് സ്വീകരിക്കുക. അവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കേണ്ടതല്ലേ. അപ്പോൾ അത് ഒരു ദുർവത്തിൻ്റെ അവസ്ഥയ്ക്ക് എത്തി എന്ന രൂപത്തിലാണ് അവിടെ അതിലിപ്പോൾ വിശദീകരിച്ചത്.